നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് തീരെ ആഗ്രഹിച്ചിട്ടല്ല, ഒരിക്കലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടോ നമുക്ക് സംസാര കാര്യങ്ങൾ വേണ്ടാന്ന് ഞങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഞാനായാലും പൊന്നായാലും നമ്മൾ അങ്ങനെ വലിച്ചു വാരി ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമുക്കെതിരെ വീഡിയോസും കാര്യങ്ങളും വരുമ്പോൾ അതിനുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, നമ്മളറിയണവർക്കും നമ്മൾ കാണുന്നവർക്കും. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ വന്നു കൊടുക്കുന്നത്. അപ്പോൾ അതിനോട് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ആക്കി തരാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ടോപ്പിക് എടുത്ത് വലിച്ചു വാരി ഇതാക്കാൻ ഒരാളെയും എന്താ പറയാ നാണം കെടുത്താനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഇടപെടാത്തതിന്റെ മെയിൻ കാരണം, നാളെ ഒരിക്കൽ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറേണ്ടി വന്ന എന്തായാലും ബന്ധുക്കളാണ് തിരിച്ച് എന്നെയും കാണ്ടി വന്ന മിണ്ടണല്ലോ. ഞങ്ങളുടെ വശത്തുനിന്നൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതുവരെയ്ക്ക് ഞങ്ങൾ ഇതിനെ കുറിച്ച് മിണ്ടാത്തതിന്റെ മെയിൻ കാരണം. അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. നമ്മള് ഇനി കുറച്ചു കാലം ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ, അത് കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിഞ്ഞാൽ സംസാരിക്കണല്ലോ. ഒറ്റ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാതെ നമ്മുടെ ഭാഗം ഓക്കെ നമ്മൾ വിളിക്കുമ്പോഴും അത് അത്രേ ഉള്ളൂ, നമ്മൾ നിസ്സാരാക്കി കളഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ യൂട്യൂബിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും ഞാനും ആണ് ഇപ്പോൾ മെയിൻ ടെറർ രൂപങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രൂപങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, അയാൾ പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ക്ലാരിറ്റി അത് നമുക്ക് എന്തായാലും വരുത്തിയല്ലേ പറ്റുള്ളൂ. അതും കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മള് വെറുതെ ഈ ഒരു വേണ്ടാത്ത കേസ് നമ്മളേക്ക് കൊണ്ടുവരുന്നില്ല നമ്മൾ തീരുമാനം ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറയാം, ഈ ഒരു ആലോചന വന്ന ടൈമിൽ കൊടുങ്ങല്ലൂരാണ് സ്ഥലം. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അന്വേഷിക്കും. അച്ഛൻ്റെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ബന്ധുക്കൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഈ പറഞ്ഞ വ്യക്തി, എപ്പോൾ പറയില്ല, എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചി ഈ വ്യക്തിയോടും ചോദിച്ചു നോക്ക്, ആളും കൊടുങ്ങല്ലൂരാണല്ലോ എന്ന്. ആ പെൺകുട്ടിയുടെ പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആള് അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അപ്പോൾ ആ പേര് ഇതിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, ആളെ വിളിച്ചു, എടുക്കണില്ല, കിട്ടിയില്ല. അപ്പൊ ഇതില് ആ ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് ഷെബിനാണ് ഇതിന്റെ പിന്നില് വന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രൂഫ് വന്നത് എനിക്കാണെന്നുള്ള ഫോണിക്കാണ് വന്നത്. പക്ഷെ ഇത് ഈ ഫോണ് തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട്. ഇത് ആരുടെ ഫോണിക്കാണ്, ഈ പറഞ്ഞ വ്യക്തിയുടെ നമ്പർ എന്റെ കയ്യിലില്ല, എന്റെ ഫോണിക്കാണ് വന്നത്, എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ എനിക്കാണ് അയച്ചത്. അപ്പൊ അല്ല, ആ ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞിട്ട്, ഈ ഫോൺ എന്റേക്ക് വന്നു എന്ന് പറഞ്ഞത് ഈ ഫോൺ തിരുത്തി കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നുള്ള കൃത്യമായുള്ള ഇത് വരും. അപ്പൊ അത് ഞാൻ തിരിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇനി കാണേണ്ടവരാണ്. ഈ ഒരു ഇഷ്യൂ വലുതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു ഷെബിനാണ് ഇതിന്റെ പിന്നില് മെസ്സേജ് അയച്ച് ഇത് പുറത്തു കൊണ്ടുവന്നേന്ന്. ആദ്യം കളിച്ച എന്റെ സഹോദരി തന്നെയാണ്. അതിന്റെ മെയിൻ കാരണം ഞാൻ പറയാം. എന്നിട്ട് ഞാൻ മെസ്സേജ് ഞാൻ വിട്ട് കളഞ്ഞു. എനിക്ക് ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ വർക്ക്, എൻ്റെ കുട്ടി, എനിക്ക് എന്താ പറയാ, എൻഗേജ്മെന്റ് കഴിഞ്ഞു നടക്കുന്നത് ഒക്ടോബർ 20 അല്ല, പെണ്ണ് കണ്ടതിന് ശേഷം അതിന്റെ 2ാമത്തെ ദിവസം കൊണ്ട് ഈ വ്യക്തി എന്നോട് മെസ്സേജ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവൾക്ക്. എന്നിട്ട് ഞാൻ പിന്നെ മെയിൻ ചെയ്തപ്പോ എന്നോട് വീണ്ടും വിളിക്കുക എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു സെലിബ്രിറ്റികൾ ഞാൻ ബുദ്ധിമുട്ടി ഞാൻ നിൽക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അവൾ അത്യാവശ്യം സെലിബ്രിറ്റി നിൽക്കണോണ്ട് തന്നെ അവൾക്ക് തിരക്കുണ്ടാവും അറിയണോണ്ട് ഞാൻ അവളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്റെ സഹോദരനെയാണ് ഒന്ന് വിളിച്ചു നോക്കുക, ഒന്ന് അന്വേഷിക്കുക എന്താണെന്ന് അറിയാലോ എന്നിട്ട് എന്നോട് എന്റെ റൂമിൽ ഇരുന്നിട്ടാണ്, ഞാൻ ഉച്ചയ്ക്ക് എന്റെ റൂമിൽ ഞാൻ കിടക്കുമ്പോഴാണ് എന്നോട് വിളിപ്പിച്ചത്. അപ്പോഴും അവൾ എടുക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പറഞ്ഞ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്ടോബർ 20, ഈ റിസൾട്ട് വരുന്നത് നമുക്ക് മെസ്സേജ് വരുന്നത് 21/8/2024 ഒക്ടോബർ 10ാം മാസം 8ാം മാസത്തിലെ ചെക്കന്റെ വീട്ടിൽ പോകാണ്ട് മുന്നേ തന്നെ 6:36 ഈ സാധനം നമുക്ക് മെസ്സേജ് വരുന്നത്. അങ്ങനെ അവള് കണ്ടത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മള് അപ്പളിക്കും പറഞ്ഞില്ല. ചെക്കൻ്റെ വീടാനായിട്ട് ഇങ്ങനെ ഏകദേശം ഉറപ്പിച്ച് ചെക്കന്റെ വീട് കാണാൻ പോണ ചടങ്ങിന്റെ ക്ഷണിക്കാൻ പോണ അന്നൊക്കെയായിട്ടാണ് നമുക്ക് ഈ മെസ്സേജ് വന്നത്. വെള്ളം വന്ന ആവശ്യം ഞാൻ എന്റെ കൂട്ടുകാരോട് തന്നെ പറഞ്ഞു, അതിപ്പോ ഇനി വീട്ടില് പറയണില്ല, പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം മുടക്കണ പോലെ ആവില്ല, ഞാൻ പറയണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ പറഞ്ഞു, പക്ഷെ നീ ഇത് പറയണം, നാളെ ഒരിക്കൽ സഹോദരി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ നീ ഇതറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്നുള്ള പേരിന് എനിക്ക് വരരുത്, നീ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ അമ്മോട് ലൈറ്റായിട്ട് ഞാൻ അമ്മോട് സൂചിപ്പിച്ചു, അമ്മ ഇങ്ങനെ ഒരു മെസ്സേജിന്റെ വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിക്ക് ഈ മെസ്സേജ് പോയത് പെണ്ണ് കാണാൻ വന്ന ആഴ്ചകളാണ്.
അത് നമ്മൾ ആലോചിക്കണം. ആ പെണ്ണ് കാണുന്ന അതേ ആഴ്ചയിലാണ് ഈ മെസ്സേജ് പോയത്, മുന്നത്തെ എന്ന് പറയാനില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പണ്ടത്തെ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കില്ലായിരുന്നു. ആ ഒരു ആഴ്ചയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം വന്നത്. അതായത് ആ മെസ്സേജ് അയച്ചു കൊടുക്കുന്നത് ആ ഒരു ടൈം അവിടെ തന്നെയാണ്, മാസം ആഗസ്റ്റിൽ തന്നെയാണ്. ആഗസ്റ്റ് ഡേറ്റും കൂടി പറഞ്ഞുതരാം. 8-ാം തീയതി, ആഗസ്റ്റ് 8, 2024. 12-14 ആയിട്ടാണ് പെണ്ണ് കാണലുണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടൈമോട് കൂടി ആയി കാണാനാണ് ഞാൻ അമ്മോട് എന്നാ വെച്ചാൽ അമ്മ ഇത് പണ്ടുണ്ടായ ഒരു കേസ് എന്നിട്ട് ഞാൻ അമ്മോട് വരെ പറഞ്ഞത്. ഇപ്പത്തേന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ പെണ്ണാണ് വന്നപ്പോൾ നമ്മളോട് പെരുമാറിയ ചെക്കൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്കന്ന് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് മുടക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, വലിച്ചു നിന്നില്ല. അപ്പോൾ ഞാൻ അപ്പൊ അമ്മ പറഞ്ഞു കുഞ്ഞിനോടും പറയണം, നാളെ കുഞ്ഞ് നമ്മളോട് ചോദ്യം വരരുത്. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിന് ചാറ്റ് കാണണം എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിന് ചാറ്റ് കാണിച്ചു കൊടുത്തു. പേരെന്തിനാ ഇപ്പൊ പറയണത്? ഓക്കെ സോറി. എൻ്റെ സഹോദരിക്ക് ഞാൻ ചാറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ ആദ്യം ഓക്കെ, പിന്നെ അവന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചാൽ ഒത്തൊരുപ്പാക്കി നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ വിഷയം വിട്ടു. നമ്മൾ പിന്നെ അയമ്മയ്ക്ക് നമ്മൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഈ സഹോദരി ഹസ്ബൻഡ് ഞങ്ങളെ വിളിക്കാറില്ല. അതില് പിന്നെ ആ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ഷെബിനും ആ സഹോദരി ഭർത്താവുമായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഞാൻ ഇതിന് വേണമെങ്കിൽ ചാറ്റിന്റെ പേരിലോ? ചാറ്റിന്റെ പേരില് സംസാരം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഫോണില് സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ 3 വട്ടം വിളിച്ചപ്പോ 3 വട്ടം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ തന്നെ കുഞ്ഞിനെ സഹോദരി എന്തോ തമാശക്ക് വേണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ അവൻ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം വിളിക്കില്ല എന്ന് കുഞ്ഞിനോട് സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വിളിക്കില്ല, ഞാൻ വിളിച്ചപ്പോ അവ എടുത്തില്ല. തമാശക്ക്, അതും തമാശക്കാണ്, സീരിയസ് ആയിട്ടൊന്നല്ല, തമാശക്കാണ് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ ഈ സംസാരം ഉണ്ടായെന്ന് ഈ ഒരു കേസിലോ അല്ലെങ്കിൽ ഇതുവരെ ഒരു കേസിൽ അത് 1 by 1 ആയിട്ട് വരാം. നമ്മൾ സംസാരം ഉണ്ടായിട്ടില്ല, തെളിവുണ്ട്, നമ്മൾ തെളിവ് തരാൻ തയ്യാറാണ്. നമ്മൾ സംസാരം ഉണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ പരിപാടി ഇനി അടുത്തത് അതായത് അതിന്റെ കേസും കൂടി ഞാൻ പറഞ്ഞത്. നമ്മുടെ യൂട്യൂബില് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നവംബർ 27-ാം തീയതി ഡേറ്റ് നവംബർ 27-ാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോ, കുഞ്ഞനും ചെക്കനും ആദ്യമായിട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വന്നു. വീഡിയോ ഞങ്ങൾ ഇട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് കറങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. എന്റെ സഹോദരിക്ക് സ്ട്രൈറ്റ് ചെയ്യാതെ അവളെ സൗന്ദര്യബോധം അവൾ നോക്കാതെ അവൾ പുറത്തിറങ്ങില്ല. അപ്പൊ ഞാൻ എന്റെ വർക്കിന്റെ പെട്ടിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞതും ഞാൻ എന്റെ ഭർത്താവ് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ രാവിലെ തന്നെ പിന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് ഞങ്ങൾക്ക് തലസം വർക്ക് എന്തായിട്ട് ഞങ്ങൾ ക്ഷീണം കൊണ്ട് കിടക്കുന്നതായിരുന്നു. ഒരു കോളം ഒന്നരക്കതാണ്, ക്ഷീണം കൊണ്ട് കിടക്കുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ച് ഇവിടെ വന്ന് എൻ്റെ സഹോദരനും കൊണ്ടുപോയി. അപ്പോൾ കുട്ടികളുടെ വീടാണ്, വീട് വൃത്തിയായിട്ട് കിടക്കുക. എന്നിട്ട് എൻ്റെ സഹോദരി കുളിക്കുന്ന നേരത്തിനുള്ളിൽ ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഒരാൾ വരുന്നില്ല വെച്ചിട്ട് എൻ്റെ മനിതൽ വെള്ളം പോലും കൊടുത്തില്ലേന്ന് അന്നത്തെ വീഡിയോ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മനിതൽ എനിക്കൊരു വെള്ളമാണ് അപ്പോൾ കൊടുക്കാൻ പറ്റും, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇപ്പോൾ പറയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് നിൽക്കണില്ല എന്ന് പറയും. ഞാൻ എൻ്റെ മര്യാദയിൽ ഞാൻ അത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെന്തുകൊണ്ട് നിങ്ങളിപ്പോ കണക്കെടുത്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയില് ഇങ്ങനെയാണ് പരാമർശം ഉണ്ടായുള്ളത്. നമുക്ക് വിദ്വേഷം, ദേഷ്യം, അസൂയൊക്കെയാണ്. അടുത്ത സർട്ടിഫിക്കറ്റ് കേസ് അത് ഞാൻ ആദ്യം പറയാം. കാരണം ആദ്യം സഹോദരി എന്നോടാണ് അവളെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയുന്നത് എന്റെ മണ്ടയ്ക്കാണ്. ഇപ്പൊ അവസാനം അവർക്ക് കൂടി വന്നത് എന്റെ മണ്ടയ്ക്കനെയാണ്. എന്താ പറയും, ഗൾഫിൽ പോവില്ല, ജോലിക്ക് പോവില്ല, ക്യാമറ ഫീൽഡിൽ എടുക്കുള്ളൂ, എനിക്കത് ഇഷ്ടമല്ല, നമ്മളോട് പറഞ്ഞാലും മറ്റേ എനിക്ക് ജോലിക്ക് പോകണില്ല എന്നൊക്കെ പറഞ്ഞു. അതിനെ പോകാൻ താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ് സംസാരിച്ച് റെഡിയാക്കുക. കാരണം ക്യാമറ അവരെ ഭാവിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. എപ്പോഴും പുറത്ത് പോയി നല്ല വർക്ക് ചെയ്ത് നിങ്ങൾ രണ്ടാളോടെ സെറ്റിലായി നിങ്ങളെ ജോലി നോക്ക്. എപ്പോഴും അവൾ ഒരിക്കലും അവളുടെ ലൈഫിൽ കണ്ണീര് കുടിക്കരുത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ അവളോട് പറയാറ്. ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാവും ഞാൻ ചേട്ടൻ എന്തെങ്കിലും ഞാൻ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെയാണ് ഞാൻ പറയാറ്. അപ്പോഴും അവൾ പറഞ്ഞു ചേട്ടന് ഞാൻ ജോലി കിട്ടാഞ്ഞിട്ടാവും. അപ്പൊ ഞങ്ങൾക്ക് വർക്കിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ഒരു വർക്കിൽ നിൽക്കുന്ന ഒരു ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു. അതായത് UAE നമ്മുടെ എന്തായിരുന്നു എണ്ണപ്പാടത്തിന്റെ ഇതില്ലേ, അതില് UAE മൊത്തം നിയന്ത്രിക്കുന്ന ഒരാളുടെ വൈഫിന്റെ വർക്കായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
അപ്പൊ ഞങ്ങളും ആളും തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ ഇടയിൽ ഈ ഒരു ഇവനോട് എഡ്യൂക്കേഷൻ ചോദിച്ചു, ആൾക്ക് അവനെ ഇഷ്ടപ്പെട്ടപ്പോ ഇവനോട് എഡ്യൂക്കേഷൻ ചോദിച്ചു. നമ്മളെ അപ്പോഴും ആള് പറഞ്ഞു ഞങ്ങളിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇവന്റെ കേസിലേക്ക് ഞാൻ ചോദിച്ചു 2 ദിവസം മറക്കണ്ടായിരുന്നു. നമ്മള് ഈ ഒരു ഫീൽഡായിട്ട് പോണ കാരണം നമ്മളത് മൈൻഡ് ആക്കാതെ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഒരു അനിയുണ്ട്, അനിയത്തിന്റെ ഭർത്താവാൻ പോണ, അവന് ഒരു ജോലി വാങ്ങിച്ചു തരുമോ ചോദിച്ചു. അവൻ ഈ ഫീൽഡാണ്, അപ്പൊ അവരുടെ ലൈഫ് സേഫ് ആവൂല, അവന് ജോലി. അതിനും തെളിവ് ഞാൻ വേണമെങ്കിൽ ആള് ഒരു വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായല്ലേ അവിടെ എന്താ സംസാരം ഉണ്ടായെന്നുള്ളത് ഞാൻ വേണേ പ്രൂവ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ സർട്ടിഫിക്കറ്റും പിന്നെ സിവിയും കാണിച്ചു തരാം, സിവിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് അവിടെ വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ ഇതാണ് ആവശ്യം, ഇതൊന്ന് അയച്ചുതരാൻ പറ. അല്ല ഇത് അതിന് മുന്നേ നമുക്ക് ഇത് അത് മറ്റേ വർക്കിലായിരുന്നു. 2 വർക്കിൽ ഞങ്ങൾ 2 വർക്കിന്റെ അവിടെയും ഈ വ്യക്തിയുടെ ഇത് ഫസ്റ്റ് ഇത് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലണ്ടിലാ എവിടെയുള്ള ആൾക്കാണ് നമ്മള് ഇത് പറഞ്ഞത്. മറ്റേ UAE ഇത് ഇനി 2ാമതാണ് വരാൻ പോണേത് കേട്ടാ. അപ്പൊ നമ്മൾ 2 വ്യക്തികളോടും ചോദിച്ചിട്ടുണ്ട്. 2 വ്യക്തികളുടെ നമ്പർ നമ്മളെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പൊ UAE നല്ല സാലറി വന്നപ്പോ നമ്മുടെ സഹോദരിക്ക് നല്ലൊരു ജോലി, അവന്റെ ഹസ്ബൻഡിക്ക് നല്ല ജോലി കിട്ടി, ഹാപ്പി ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിന്നത്. അപ്പൊ ചോദിച്ചപ്പോ 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ അവര് നമ്മളോട് ചോദിച്ചു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, എന്താ വേണ്ടേ ചോദിച്ചപ്പോ ചോദിച്ച അവസാനം വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല പറഞ്ഞു. അവിടുന്ന് പിണങ്ങി പോകുന്നതാന്ന് എന്തോ പറഞ്ഞു. അത് നമ്മൾ മെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പൊട്ടന്മാരൊന്നും അല്ല. പാസ്പോർട്ട് എന്തായാലും ഓഫീസിലാണ്. അതായത് UAE വർക്ക് ചെയ്യണവര് എപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലല്ല പാസ്പോർട്ട് ഉണ്ടാവുക, ഏതാണോ കമ്പനി അവിടെയാണ് പാസ്പോർട്ട് ഉണ്ടാവുക. പിണങ്ങി പോകുന്നതെന്ന് പറഞ്ഞത് അതെന്തെങ്കിലും അത് വിഷയമല്ല, അവരുടെ ലൈഫ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്ക് പറഞ്ഞു. അത് നമ്മള് ആദ്യം മിണ്ടിയില്ല, അതും നമ്മൾ ആദ്യം മിണ്ടിയില്ല. കാരണം ഇത് പറഞ്ഞിട്ട് ഒരു പ്രശ്നം എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം നമ്മളെങ്ങനെ പറഞ്ഞൊരു കുടുംബകാലം ഉണ്ടാക്കുന്ന പോലെ അവര് ഞങ്ങൾ മിണ്ടിയില്ല. അതായത് ഇപ്പൊ വന്നത് ഇത് നമുക്കറിയാം, മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയാം. കാരണം എന്തെങ്കിലും ഉണ്ടായപ്പോ ചേട്ടനും ചേച്ചിക്കും അസൂയ കൊണ്ടാണ് എന്നുള്ളത് എന്തായാലും ഒബ്വിയസ്ലി ഞങ്ങൾക്ക് വരാനുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യം മിണ്ടിയില്ല. അപ്പൊ അത് അമ്മോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ജോലി കേസാണ് അവര് മാക്സിമം നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുന്നത് എന്തായി പിന്നെ അവർ ചിന്തിക്കുക ഞങ്ങൾ ഇത് അന്വേഷിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുശുമ്പോഴാന്നല്ല ചിന്തിക്കും. ഞാൻ ഇങ്ങനെ ചെറിയ കേസ് പറയുന്നുണ്ട് അമ്മ, അതുകൊണ്ടാണ് റെഡി ആവുന്നത്, അത് റെഡി ആയില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മോടും അച്ഛനോടും പറയുമ്പോൾ എൻ്റെ കൂടെ പുറപ്പുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ ചെക്കനോട് പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ പുറപ്പാണ് ഇവനെ വിളിച്ച് ഈ ചാറ്റിന്റെ കേസാണെങ്കിൽ ഇതെല്ലാം എന്റെ കൂടെ പുറപ്പാണ് അവനെ വിളിച്ച് പറയുന്നത്, അല്ലാതെ ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒരാളും ഈ കേസ് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് ഒരു ഇതിലും ഒരു മടിയില്ല, ഞങ്ങൾ ഉറപ്പ് പറയും. ദൈവം സഹായിച്ച ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ് ഈ ഒരു കേസ് ഒന്നും ഞങ്ങൾ പരിഗണനയിൽ വെച്ചിട്ടില്ല. കാരണം ഇതൊക്കെ അത് ഓക്കെ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് എന്റെ കൂടെ പുറപ്പിന്റെ ഏറ്റവും പ്രത്യേകിച്ച് നന്ദില്ലായ്മ ഉണ്ടാവും. അല്ല മെയിൻ കാരണം എന്താണെന്നറിയോ, ഇപ്പൊ പറഞ്ഞു ഞങ്ങക്ക് സ്നേഹമല്ല, ഞങ്ങക്ക് ഇഷ്ടമാണ്. ഏറ്റവും വലിയ ഞാൻ വേദന കേസ് അവളെന്നോട് ഞാൻ അത്ര നിന്നിട്ട് അന്ന് രാത്രി അമ്മയ്ക്ക് അവളെന്നെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അവളെ എൻഗേജ്മെന്റ് അന്ന് അല്ല അതും കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അവളെ ഒരിക്കലെല്ലാം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാർ പുറത്തെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട ഡ്രസ്സ് കൊടുക്കണേ, അമ്മ ഇട്ട ഡ്രസ്സ് കൊടുക്കണേ. ഞാൻ പറഞ്ഞു അമ്മ വേഗം ഡ്രസ്സ് മാറിപ്പൊക്കോ, ഞാൻ മോതിരം മാറുമ്പോഴേക്ക് എനിക്ക് അവിടേക്ക് എത്രയെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറേണ്ട. കുട്ടീനെ കുളിപ്പിച്ചിട്ട് പോലും ഇല്ല ഞാൻ. ചെക്കൻ്റെ വീട്ടുകാരെത്തി. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാണ്ട് നോക്കുന്ന ടൈമിൽ ആള് ഇരുന്നിട്ട് പൊട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അല്ല അച്ഛന് ഒരു വിഷമം തോന്നി, എനിക്ക് വിഷമം തോന്നി. ഇത് റെഡിയാക്കിയായോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവളെ മൊത്തത്തിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് പുറത്തിറങ്ങി ഒരു ഫോട്ടോ എടുക്കുന്ന വിഷയമില്ലാത്ത നിലക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പൊട്ട് ജസ്റ്റ് ഗോപിപ്പൊട്ട് ഒന്നും ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അത് വേണേ നമുക്ക് സ്വന്തമായി റെഡിയാക്കുന്നതുള്ളൂ. ആ വ്യക്തി ചിന്തിക്കുന്നില്ല എന്റെ കൂടെ പുറപ്പ് അവൾ ഇറങ്ങുമ്പോ പരിപാടിയുടെ കൂടെ ഞാനും വേണം എന്നവൾ ചിന്തിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ആ ഒരു വിഷമം എന്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അതില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് വിഷമം വന്നത് ഞാൻ അവിടെ വേണമെന്ന് ആൾക്കില്ലേ, ഞാൻ ഇട്ട ഡ്രസ്സ് അവൾക്ക് തന്നെയാ. അല്ലെങ്കിൽ ചേച്ചിക്ക് എന്ത് ഹെൽപ്പ് വേണോ എന്നല്ല അവിടെ. അവൾ ആ ഒരു വ്യക്തിയുടെ കാര്യം മാത്രം ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നിനക്ക് കുശുമ്പോണ്ടാണ് എന്നോട് പിണങ്ങിയത്, അത് ചേട്ടൻ മിണ്ടിയില്ല ചിരിച്ചില്ല എന്നുള്ള ഒരു കാരണം കൂടി ഇവനും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു കാര്യം പോലും കഴിഞ്ഞിട്ടില്ല, പരിപാടി ഫുള്ള് കാണാം, ക്യാമറമാൻ വന്നു, ഗസ്റ്റുകൾ വന്നു. അത് മാത്രല്ല അന്നത്തെ
ദിവസം തലേന്ന് മുതൽ അതിനും എൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല അത് അന്ന് അതുകൂടി ഞാൻ പറഞ്ഞുതരാം. സ്റ്റേജിന്റെ ആൾക്കാരായാലും ഗാനമേളയുടെ ലൈറ്റിന്റെ ആൾക്കാര് ഇവർക്കൊക്കെ സ്റ്റേജിന്റെ കുട്ടൻ എന്നാണ് നമ്മളെ ഇവന്റ് ചെയ്ത അവന്റെ പേര്. അവന്റെ അടുത്ത് ചോദിച്ചറിയാൻ പറ്റും. ഞാൻ എനിക്കൊരു വിഷയമില്ലാത്ത കേസല്ല. സത്യസന്ധ നോണ പറയണവർക്കാണ് മടിച്ചു നിൽക്കാൻ ഇതുള്ളൂ. എനിക്ക് ഒരു ഇതുമില്ല. നമ്മൾ സത്യസന്ധമായിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അവരോട് ചോദിച്ചറിയാൻ പറ്റും ഓരോ കാര്യങ്ങളും. ഒരു പൂവ് വെക്കുമ്പോൾ അവർക്കറിയാം, പക്ഷെ ആ സ്ഥാനങ്ങൾ ഇവിടെ വെച്ച് ഒന്നും കൂടി ഭംഗിയാവും. അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വന്നത്തെ ഒരു ദിവസം അറിയില്ല, ഞാൻ തന്നെ വിളിക്കുന്നത്. ഈ വന്ന് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. എന്റെ കൂടെ ഉറപ്പിന്റെ പരിപാടിയായിട്ട് പോലും ഞാൻ വിളിക്കുന്നത്. ഏട്ടാ വന്ന് കിടന്ന് ഉറങ്ങും. അതായത് ഫ്രണ്ട് ആർച്ച് വെക്കണം, പിന്നെ പഞ്ഞിമിഠായിയുടെ കൗണ്ടർ, അതിന് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ KRകാരായിട്ട് ചെറിയൊരു വാക്കുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനും ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് പോലെ ഞാൻ ഒരു വോയിസ് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മള് എന്നോട് ചെയ്ത് ശരിയായില്ല. കാരണം നമ്മള് കൗണ്ടർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് ഇത്തിരി റോങ് ആയിട്ട് സംസാരിച്ചു. നിങ്ങൾ ഇത് മുന്നേ പറഞ്ഞില്ലല്ലോ. അത് ഈ രാത്രി നേരങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളാണ്. നമ്മൾ അത്രയും ഇത് ഒരു പരിപാടി അടിപൊളിയാക്കണം. അവര് വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി അവിടെ നിൽക്കുമ്പോ ആ ഒരു സെറ്റ് ആവണതിന്റെ പിന്നില് ഈ പൈസ കൊടുത്തോണ്ട് മാത്രം ആയില്ല കാര്യങ്ങൾ. എന്നിട്ട് ഈ പരിപാടി കഴിഞ്ഞാൽ അന്ന് രാത്രി തെളിവിന് ബാക്കി ആൾക്കാരുണ്ട്, പക്ഷെ അവരിപ്പോ അവര് അറിയില്ല, എനിക്കറിയില്ല. അന്ന് രാത്രി അവള് പറഞ്ഞ വാക്ക്, കാശ് നിങ്ങളുടെ എല്ലാം നടക്കും. അതിന് ചേട്ടൻ ഓടി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാശ് കൊടുത്തിട്ടല്ല ചെയ്തത്. എന്റെ അച്ഛൻ കാശ് കൊടുത്തിട്ടല്ലേ ഇത്. അതിന് ചേട്ടൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. തലേദിവസമുള്ള ചെക്കന്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞിട്ട് ശോഭയ്ക്ക് വാച്ചടിക്കുള്ള കാശ് അച്ഛനമ്മേനെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ തിരക്കിന്റെ ഇടയില് ഇവളും കൊണ്ട് പോയി. ഇതൊക്കെ ചെയ്യ ഒരാള് വേണ്ടേ? കൊണ്ടുപോവാൻ ഓരോന്ന് കാശില്ലാത്ത കാര്യമില്ല. നമ്മൾ കൊണ്ടുപോകാൻ, നമ്മൾ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരാള് വേണം. അന്നടക്കം അവള് നന്ദിക്കേട് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം അവളോട് പിണങ്ങിയിരുന്നുണ്ട്. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങിയിരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി പിണക്കം മാറ്റാറുണ്ട്. കൂടെ ഉറപ്പുള്ളതാകുമ്പോൾ പിണങ്ങും എന്നുള്ള വെച്ചാൽ എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. അതിന് പിണക്കം മാറ്റാറുണ്ട്. അപ്പൊ ആ ഒരു കേസില് എനിക്ക് അന്ന് മനസ്സിലായത് അവൾക്ക് നന്ദിക്കേട് എന്താന്നുള്ളത്. സർട്ടിഫിക്കറ്റ് കേസ് അത് കഴിഞ്ഞ് നമ്മള് ഹയാത്തിലൊരു പ്രോഗ്രാമില് ഞങ്ങള് ഇതേപോലെ മുന്നേ ചെയ്ത ഇത് അതും ഫുള്ളായി പറയേണ്ട ആവശ്യമില്ല. അവിടെയും പറഞ്ഞൊറ്റ കേസ് അതിന്റെ സർട്ടിഫിക്കറ്റ് എന്താ പറയാ, ഇവര് ചിന്തിക്കുന്ന കമ്പനിക്കുള്ള ജോലിക്കോ കാര്യങ്ങൾക്കോ കിട്ടില്ല. അതിൽ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അത് ഫ്രോഡ് തരുന്നല്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നല്ലൊരു ഇതിൽ കിട്ടാൻ പറ്റില്ല എന്നാണ് ആളെന്നോട് പറഞ്ഞത്. അതാണ് ഞാൻ എന്റെ അച്ഛനും അമ്മോടും. കാരണം നമ്മളൊരു കാര്യം അറിഞ്ഞു, ഇവരെന്നോട് ചോദിക്കുമ്പോ എനിക്ക് അതിന് ഉത്തരം കൊടുക്കണം വേണ്ടേ? എന്നോട് അച്ഛനും അമ്മയും യൂണിവേഴ്സിറ്റി കേസിലൊക്കെ എന്ത് ചെറിയ കേസ് ഉണ്ട്, അതാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മൾ പറഞ്ഞു. ഞാൻ അച്ഛനോട് അമ്മ പറഞ്ഞ അമ്മ ഇത്ര ഇത് ഒരു 3 ലക്ഷം രൂപ വരെ ആൾക്ക് എത്ര നല്ല എമൗണ്ട് സാലറി ഉണ്ട്. ആ ഒരു ഇതിന്റെ അടുത്ത് സാലറി ആൾക്കുണ്ട്. ഹെഡാണ് അവിടുത്തെ. അപ്പൊ ആള് പറഞ്ഞു ഇത്ര പറ്റില്ലടാ, ഇത് ഞങ്ങക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ആളെ എന്നോട് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അത് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അത് ചോദിച്ചപ്പോ ഞാൻ അത് പറഞ്ഞു. ഉള്ളത് സത്യം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ വാദിക്കുന്നു. ആ വ്യക്തിയോട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയോട് അതിന്റെ പിണക്കം കാണിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ ബർത്ത്ഡേ വന്നത്. തന്നെയാണ് നമ്മള്. അത് ഏതായിരുന്നു നമ്മള് ഇതല്ലേ ഫസ്റ്റത്തെ വീഡിയോ നവംബർ 27-ാം തീയതി ഇട്ട വീഡിയോ ആണ്. അതിന്റെ ശേഷം സർട്ടിഫിക്കറ്റ് ബർത്ത്ഡേ വന്നതിന്റെ ശേഷം. പക്ഷെ ഇതിന്റെ ശേഷം കാണേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് വിഷ്ണുമാരുടെ അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അന്നൊന്നും നമ്മളൊരു പിണക്കം കാണിച്ചില്ല. 3 വട്ടം വിളിച്ചിട്ട് എടുക്കാത്താലും പിന്നെ ഞാൻ ഇപ്പം വിളിക്കാൻ പോവാറില്ലേ, ഇങ്ങോട്ട് വിളിയും വരാറില്ല. ആകെ ഒരു മെസ്സേജ് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു മെസ്സേജ് അയച്ചു. അത്രയും എന്റെ ഫോണില് എത്ര മെസ്സേജ് നോക്കാത്തുണ്ടെന്ന് പറയും. ഞാൻ നോക്കാറില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാന്. പിന്നത്തെ ഒരു കേസ് പറഞ്ഞത് നമുക്ക് ഇതില് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലോക്ക് ചെയ്തത്. പിന്നെ വന്ന ഇഷ്യൂ ബ്ലോക്ക് ചെയ്താണ്. അതിന്റെ കേസ് ഞാൻ പറയാം. ഈ ജനുവരി 1-ാം തീയതി എൻ്റെ കൂടെ പുറത്ത് തന്നെ എന്നോട് വന്നിട്ട് കുറേ പരാതികൾ പറഞ്ഞു. എന്നെ ഇഷ്ടമല്ല, ഡീസലിന്റെ കണക്ക്, മറ്റേ കണക്ക്, അതേപോലെ ഈ വ്യക്തിയുടെ വീട്ടുകാർ പുറത്താക്കിയ കഥ, അങ്ങനെ ഒരുപാട് കഥകൾ എന്നോട് വന്ന് പറഞ്ഞു. ഞങ്ങളെ രണ്ടാളടുത്ത് മുന്നിട്ട് പറഞ്ഞത് ടൈം ടേബിളിൽ ഇരുന്നിട്ടാന്ന് പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇരുന്നിട്ടുള്ളൂ. ഇവ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ടൈം ടേബിളിൽ ഇരിക്കുന്നു. അപ്പോഴാണ് വന്നിട്ട് എന്റെ കൂടെ പുറപ്പ് എന്നോട് കരഞ്ഞിട്ട് കേസ് പറഞ്ഞു. നമ്മുടെ കൂടെ പുറപ്പ് നമ്മളോട് കരഞ്ഞിട്ട് ഈ ഉറപ്പിച്ചേക്കന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ പറഞ്ഞു നീ സംസാരിക്കുക, നോക്ക് വേണ്ടെങ്കിൽ വേണ്ട വയ്ക്കാം. എന്നിട്ട് ഇവൻ പോയിട്ട് എന്റെ ഭർത്താവിനെ പോയിട്ട് അമ്മോട് പറഞ്ഞു, അമ്മ
ഞാൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെറിയ പിണക്കുണ്ടായിരുന്നു. അമ്മളൊന്നും പറയണ്ട, അവൾക്ക് ഇങ്ങനെ കുറച്ച് വിഷമമുണ്ട്, അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് നമ്മളോട് ചൂടാവുന്നുണ്ട്. അവൾ പെട്ടെന്ന് നമ്മളോട് ചൂടാവും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചൂടാവുന്ന ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. അവൾക്ക് ഇങ്ങനത്തെ വിഷമമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ നമ്മളോട് ചൂടാവുന്നത്, നമുക്ക് മെയിൻ ചെയ്യേണ്ട കേട്ടോ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നിട്ട് അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛനും വന്നിട്ട് പറഞ്ഞു എൻഗേജ്മെന്റ് കാശ് പോയി പൊക്കോട്ടെ, നിനക്ക് വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അന്ന് എന്റെ കൂടപ്പുറം എന്നോട് പറഞ്ഞു ഞാൻ അവനോട് ഇന്ന് സംസാരിക്കും. എന്നിട്ട് അവൾ സംസാരിച്ച കേസ് നമ്മളോട് വന്ന് പറഞ്ഞത് ഇതിങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ എൻ്റെ അച്ഛനോടും അമ്മോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഇവൾ അവനോട് സംസാരിച്ചതെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു എനിക്ക് നിന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് നാളെ നമുക്ക് കറങ്ങാൻ പോകുമ്പോൾ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കറങ്ങാൻ പറ്റും. അതിന്റെ ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ മിണ്ടില്ല, അത് കാലാവസ്ഥ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ അത് അച്ഛനും പറഞ്ഞോളൂ, നമ്മൾ അതിന്റെ ശേഷമുള്ള കേസ് നമ്മൾ പറയുന്നില്ല. ഈ പരിപാടിയും കഴിഞ്ഞ് വന്ന് ഇവരെ കറക്കെല്ലാം കഴിഞ്ഞ് വന്ന് അതിന് ശേഷം എൻ്റെ അനിയത്തി എന്നോട് എൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് ഒരു പണി തന്നു. അവളെ പരാതി വീണ്ടും അവൾ എന്നോട് അത് പറഞ്ഞു. ഞാനതിപ്പോൾ വീട്ടിൽ പറയണില്ല, ചേച്ചി ഇത് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു ലൈഫിൽ ചേച്ചിയോട് മിണ്ടിയില്ല, അവൻ്റെ വീട്ടുകാരോടുള്ള ദേഷ്യം തന്നെ ചേച്ചിക്ക് അറിഞ്ഞോടെ, അപ്പോൾ അവൻ്റെ വീട്ടുകാരോടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് എന്തായിരിക്കും. ഓക്കെ ഞാൻ മിണ്ടണില്ല, ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കണ്ടാന്ന് തോന്നുന്നു, ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നില്ല. ഇത് വൈകിട്ട് അറിഞ്ഞു, ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നില്ല. കാരണം ഞാൻ വന്ന ഇവരോട് എന്ത് പറയും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയതിന് ശേഷം ഞാൻ ഇവനോട് പറഞ്ഞപ്പോൾ ഇവനോട് അടി ഉണ്ടാക്കി. നാളെ നിന്റെ മോൾ ഇങ്ങനെ തെറ്റ് ചെയ്ത് നീ എന്തെന്ന് വെച്ചിട്ട് ഉള്ള ഒരു അടി ഉണ്ടായി. വീട്ടിൽ വന്നു പോകുമ്പോൾ പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഇവനെ കൊണ്ടുവന്നില്ല. എൻ്റെ കൂടെ പുറപ്പിൻ്റെ പ്രശ്നം വേണ്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഇവനോട് പറഞ്ഞ് പല കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനും ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് അച്ഛനോട് അറിയിച്ചു. അച്ഛനമ്മയും ആ വ്യക്തിയോട് ഇതില് എൻ്റെ അനിയത്തിയോട് ഇങ്ങനെ ഒന്ന് അതും ആദ്യം ഞാൻ പറഞ്ഞു ഇതിൽ പ്രശ്നം ഉണ്ടാക്കി, അതുപോലെ അച്ഛനമ്മ മിണ്ടാതിരുന്നില്ല. പക്ഷെ അവർക്ക് ഒരു വിഷമിച്ചാലും മിണ്ടാതിരുന്നപ്പോൾ ഇവൾക്ക് ചോദിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതും എനിക്ക് തോന്നുന്നു ജനുവരി 6-ാം തീയതി നമ്മൾ പള്ളിക്ക് വന്ന ടൈമിലായിരിക്കും പറഞ്ഞത്. റിട്ടേൺ വരുമ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് എന്നെ അച്ഛനെ അമ്മേനെ, അതായത് സിജാന്റെ പരിപാടിക്ക് പോയപ്പോ അല്ല പള്ളിക്ക് പോയപ്പോ സിജാന്റെ പരിപാടിക്ക് പോകുമ്പോ ഉള്ളൊന്നും ഒരു പ്രശ്നമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അതിന്റെ ശേഷമാണ് നമ്മളേക്ക് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. സിജാന്റെ പരിപാടിക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. സിജാറിനെ അറിയാം, നമ്മൾ അവിടെ നിന്ന് തന്നെ സിജാറിനെ കല്യാണം ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ല, കല്യാണത്തിന് ഇപ്പോഴും പ്രശ്നമില്ലാത്ത വേറെ ആരും. അപ്പോൾ എന്നിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോൺ വാങ്ങിച്ചു, ഇതിന്റെ ഒരു കേസാണ് ഇപ്പൊ. ഫോൺ മേടിച്ചത് വണ്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറച്ചില്. അതിന്റെ കാരണം പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ കളിയാക്കല് ഇങ്ങനെ കളിയാക്കി നമ്മളെ പൊട്ടന്മാരാക്കി ഇങ്ങനെ നമ്മളിട്ട് ചൊറിയ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ പറയാം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം നമ്മളിട്ട് ഇങ്ങനെ പുച്ഛിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കുഞ്ഞ, അതും ഇവളെന്നെയാണ് ഇവളെ പരാതി പറഞ്ഞത്. ഇവളെ ഫോൺ നാശമായി നടക്ക അവനോട് നുണ പറഞ്ഞിട്ട് അത് പറയാലോ, സത്യസന്ധമായിട്ട് പറയാം. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫോണോ എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും തന്നെ ഇവള് എപ്പോഴും ഫോൺ വിളിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഫോണിന്റെ ആവശ്യത്തിലില്ല. അവൻ ഫോൺ മേടിച്ചു കൊടുക്കുന്നത് വലിയ ഫോൺ മേടിച്ചു കൊടുക്കണം എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും നമുക്കറിയില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉള്ള ഫോണ് ആദ്യം അവനോട് നാശായെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ഏതോ സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിച്ചാലെന്ന് എന്തൊക്കെ പറയലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ ആവശ്യമില്ല, എൻ്റെ പുതിയ ഫോൺ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ പുതിയത് ഇരിക്കുന്നുണ്ടായിരുന്നു, ആ ഫോൺ തരാൻ. ആ ഫോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആ ഫോൺ പിന്നെ യൂസ് ചെയ്തത് എൻ്റെ കൂടെ ഉറപ്പാണ്. അവൾ ആ ഫോണിലാണ് ഈ കണ്ട വിളികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിരുന്നിട്ട് ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തൊട്ട് ഏകദേശം കുന്നോളം വരയ്ക്ക് കളിയാക്കുന്നതായിരുന്നു കേട്ടോണ്ടിരുന്നു. തൃശ്ശൂരിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു അങ്കമാലി ആ സൈഡിൽ നിന്നൊക്കെ ഒരു ഫോമിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോണ്ടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി, ഭയങ്കര ദേഷ്യം കയറി തുടങ്ങി. നമ്മൾ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞേക്കണ് അവർ പാരച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ പാരച്ചല്ല. ഏതൊരു കൂടെ പറഞ്ഞാലും പറയണ കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അത്രയും ദേഷ്യം ഞാൻ പറഞ്ഞു കുഞ്ഞെ നീ ആദ്യം സംസാരം നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവള് എന്താ പറഞ്ഞു, ഞാൻ എൻ്റെ അക്കനോടല്ലേ വിളിക്കുന്നത്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അക്കനോട് എന്ത് പറയണമെന്നുള്ള എൻ്റെ ഇഷ്ടമാണ്, അത് ഇടപെടണ്ടെന്ന് പറഞ്ഞു. നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലാണ്. അവളെ ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പം എന്താ പറഞ്ഞു, ഇപ്പോൾ അവള് പറഞ്ഞു അച്ഛനോട് എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു
കുഞ്ഞൻ ഈ കാറിൽ ഇരുന്നിട്ട് നിനക്ക് എന്നെ കളിയാക്കാൻ പറ്റില്ല, ഇത് എന്റെ കാറാണ്, ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല, ഈ കാറിൽ ഇരുന്നിട്ട് ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറിൽ നിന്നിട്ട് എന്റെ ഇന്ന് പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലാതെ അവൾ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. അവള് സമാധാനത്തോട് എന്റെ വീട്ടിൽ ഈ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് അവൾ ഇറങ്ങിയിട്ടുള്ളത്, അല്ലാതെ അവളെ ഞാൻ വഴിയിൽ ഇറക്കി വിട്ടിട്ടില്ല. ഈ ചോദ്യം തന്നെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കുഞ്ഞ എനിക്ക് ഫോൺ തരണം, എനിക്ക് തിരിച്ച് ഫോൺ തരണം. എന്നെ ഇഷ്ടമല്ല, എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇതിന് ഫോൺ കൊടുക്കണം? എന്റെ വർക്കിന്റെ ഫോൺ നാശമായിട്ട് പോലും ഞങ്ങൾ അത് 10 മിനിറ്റ് കുത്തിയിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുതിയ ഫോൺ മേടിച്ചിട്ട് പോലും ഞങ്ങൾ ആ ഫോൺ മാറ്റാതെ വെളിയിൽ യൂസ് ചെയ്തോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കാതെ ഞങ്ങൾ നാശമായ ഫോൺ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ കൂടെ പുറപ്പല്ലേ വെച്ചിട്ട് ഞാൻ വിട്ടുകള ദിവസം അതിനൊന്നും ഞാൻ ഇപ്പൊ കണക്ക് പറയല്ല. അത് എനിക്ക് അവൾ എത്ര നാൾ യൂസ് ചെയ്താൽ ആ ഫോൺ അവൾ എടുത്താലും എനിക്ക് വിഷയമുള്ള ദിവസമല്ല. അപ്പൊ ആ ഒരു ദിവസത്തെ ഞാൻ ചോദിച്ചു, ആ ഫോൺ അങ്ങനെ മേടിച്ചതാണ് ഉണ്ടായത്, അല്ലാതെ ആ വെള്ളം ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ പോയിണ്ടായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ടൈമില് നമ്മൾ സംസാരിക്കാൻ പോയപ്പോ അവള് ഞങ്ങളെ വണ്ടിയിൽ തന്നെയാണ് കയറിയത്. അവളെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ല പറഞ്ഞു. അവളെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടി തരുന്നത്. എങ്ങോട്ടും കോണ്ടേഴ്സ് പറഞ്ഞാലും അമ്മയച്ഛനെ വിളിച്ചവരും അവരെ വണ്ടിയിൽ ഞാൻ കയറില്ല, അവരെ വണ്ടിയിൽ ഞാൻ വരില്ല, ഈ പ്രശ്നത്തിന് ശേഷം അവരെ വണ്ടിയിൽ കയറില്ല. അച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി പറഞ്ഞിട്ട് അവരെ വണ്ടിയിൽ കയറരുത്, അവരോട് മിണ്ടരുത്, കയറില്ല പറഞ്ഞു, കയറാറില്ല. അങ്ങനെ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് അതിന്റെ ഇടയിൽ ബ്ലോക്ക് ചെയ്തതിന്റെ കേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ബ്ലോക്ക് ചെയ്തത് അതും ഇവനല്ല, ഞാനാണ് ബ്ലോക്ക് ചെയ്തത്. എന്റെ കൂടെ പുറപ്പിനല്ല ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് ആളെനെ ഈ സഹോദരിനെ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയണത്. പക്ഷെ സഹോദരിനെയല്ല, ആ സഹോദര ബ്ലോക്ക് ചെയ്തു കൊടുക്കണത്. ഞാൻ സഹോദരിനെ കെട്ടാൻ പോണ ചെക്കനാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ബ്ലോക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ ഫോണിലുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ റീസൺ ഇത് ഈ രൂക്ഷമാകുകയാണെന്നനുസരിച്ച് തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. എന്റെ നല്ല തെളിവുണ്ട്. ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഞാനിത് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തുണ്ടാവും, എന്തോ ഗുളികൻ എന്തോ ഉണ്ടാവും. പിന്നെ അവനോട് ആരെയും എന്തിനും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത്. എന്നിട്ടാണ് ഈ ഗുളികയുടെ ആ ഫോട്ടോ, ആ ഗുളികയുടെ നമുക്ക് ഇനി ടൈം ഉണ്ട്. ഇവരിങ്ങനെ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല കേട്ടാ. കാണിച്ചല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് എന്തെങ്കിലും ഇത് ഇടപെടാതെ ഇരുന്ന കാര്യമാണ്. പക്ഷെ ഈ വീഡിയോ ആരെങ്കിലും കണ്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഈ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ എന്തോ സ്റ്റാറ്റസ്. പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാത്തങ്കാവ് കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത്. മാസത്തിലെ വീട്ടുകാർക്ക് ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് അറിയാലോ, ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒന്നും ഇടാത്തൊരു വ്യക്തി ആളെ കുറെ സ്റ്റാറ്റസ്, ആരെ ഫ്രണ്ട്സുകളോട് കാണുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി ഈ പ്രശ്നം ഉണ്ടായി അന്ന് മുതൽ ഈ സ്റ്റാറ്റസ് ഇടുക. പ്രശ്നം അന്ന് മുതൽ ഇങ്ങനെ ഓരോന്ന് ഇടുക. എന്റെ കൂടപ്പുറപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ വയലൻസ് എന്താന്ന്. അവന്റെ കൂടപ്പുറപ്പുകളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യുന്ന കൂടോത്രങ്ങളുടെ കണക്കും സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ പോയപ്പോ ഇവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവനായിട്ട് പ്രശ്നം ഉണ്ടായ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ടൈമിൽ പ്രശ്നം ഉണ്ടായ ടൈമിൽ ഇവന്റെ സ്റ്റാറ്റസ് അയക്കാൻ പറ്റാതെ ഞാനും ബ്ലോക്ക് ചെയ്തു, അവന്റെ അമ്മയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും ചെയ്തിട്ടുള്ളൂ. എനിക്ക് കാണാൻ വയ്യ. ഞങ്ങൾ രാത്രി വർക്കിന് പോണ ആൾക്കാരാണ്. എനിക്കിത് കാണുമ്പോൾ ഓരോ വണ്ടികൾ മുന്നിക്ക് വരുമ്പോൾ എനിക്ക് ടെൻഷൻ വരും. എനിക്ക് ചെറിയ മോളുണ്ട്, ആ മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പോകണം. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ഇങ്ങനത്തെ പേടിയാ. കാരണം എനിക്ക് എന്റെ കുടുംബമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ എന്താ വേണ്ടാത്ത കേസിൽ ഇടപെടാത്തൊരു വ്യക്തിയാണ്. എന്റെ കൂടെ ഉറപ്പല്ല വെച്ചാൽ ഞാൻ വന്ന് പെട്ട കേസാ. ഇങ്ങനെ സ്റ്റാറ്റസ് എനിക്ക് ടെൻഷൻ അടിച്ച് 2 ദിവസം ഞാൻ എന്റെ ഈ ഒരു മാസം എന്റെ കഴിഞ്ഞൊരു മാസത്തെ വീഡിയോ നോക്കി അറിയാം. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ പറ്റില്ല. എന്റെ മൈൻഡ് ഓക്കെ അല്ല. എന്നെ ഞാൻ തളർത്തിക്കൊണ്ടിരിക്കുക. ഓരോ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്നെ കൊല്ലുന്നു, എന്റെ ഭർത്താവിനെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ എനിക്ക് എന്റെ പേടിയില് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഒരൊറ്റ ടെൻഷനിലാണ് ഞാൻ ആ വ്യക്തിനെ ബ്ലോക്ക് ആക്കി. ഞാൻ എന്റെ കൂടെ പുറപ്പിനെ ബ്ലോക്ക് ആക്കില്ല, ആ വ്യക്തിനെ ഞാൻ ബ്ലോക്ക് ആക്കി. എനിക്ക് ആ വ്യക്തിയെ ഒന്നും കാണുന്നുണ്ടല്ലോ. ആ കാണുമ്പോഴല്ലേ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ആ ബ്ലോക്ക് ആക്കി ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഞാൻ ബ്ലോക്ക് ആക്കാണ്. എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല.
അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കിയതാണ്. സോറി പറഞ്ഞാലാണ് കല്യാണം നടക്കുള്ളൂ എന്ന് അങ്ങനെ വാക്ക് അച്ഛനമ്മയും പറഞ്ഞിട്ടില്ല. അത് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോറി പറയാനല്ല പറഞ്ഞത്, കല്യാണത്തിന് ഞാനോ ഇവനോ ഉണ്ടെങ്കിൽ കല്യാണത്തിന് ഞങ്ങൾ പാടില്ല എന്ന് ഈ വ്യക്തി എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞു. അപ്പൊ അച്ഛനമ്മ പറഞ്ഞു അത് പറ്റില്ല, അതിനുള്ള തെറ്റ് അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായിട്ടില്ല. അല്ലാതെ സോറി പറയണമെന്നൊന്നും അച്ഛനമ്മയും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് നല്ല ഉറപ്പാണ്. ഇതിന് ഏറ്റവും ഇത് പറഞ്ഞാല് ഞങ്ങള് ലാസ്റ്റ് ഇനിയിപ്പൊ അച്ചടിച്ചൊരു കേസും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. അച്ചടിക്ക് ഓങ്ങിയെന്താ പറയുന്ന കേസും കൂടി ഉണ്ട്. ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി മാന്യമായിട്ടാണ് കയറിയത്. കയറി ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ നമ്മൾ മിണ്ടണം. എത്ര ദേഷ്യമുള്ള ആൾക്കാരാണേലും മിണ്ടണം. അതാണ് ഞങ്ങൾ പഠിച്ച മര്യാദ. ആ വ്യക്തിയുടെ വീട്ടിക്ക് ഞങ്ങൾക്ക് ഇത്ര ദേഷ്യം ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ വീട്ടിൽ കയറി പോകേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയുടെ വീട്ടിൽ എന്താ ഫുഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ കയറി പോകുന്നത്. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. കല്യാണം നടക്കുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു കെട്ടായി നിൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അമ്മയച്ഛനും എന്നോട് ഈ കേസ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അവൻ വരുമെന്ന് അറിയില്ല, കാരണം ഈ ബ്ലോക്ക് റിലീസായിട്ട് വെച്ചിട്ട് ഇവൻ വരുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ ഷെബിയോട് ഞങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അമ്മയച്ഛനും ഇവനെ വിളിച്ചപ്പോൾ ഇവൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി, ഇവ എന്തുകൊണ്ടാ പോവാന്ന്. അതെന്റെ കൂടെ പുറപ്പേ ഞെട്ടി ഞങ്ങൾ വന്നത്. എന്നിട്ട് പോകുമ്പോ ഇവളെ വണ്ടിയിൽ കയറിയിട്ട് എത്ര നാൾ കയറാത്ത വ്യക്തി ആ വണ്ടിയിൽ കയറി അവൾക്ക് അവളുടെ ആവശ്യങ്ങൾ മാത്രം നടക്കണ്ട, മറ്റാരുടെ സെന്റിമെന്റ്സോ മറ്റാരുടെ വിഷമങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് കയറി അത്ര നാൾ എന്നോട് മിണ്ടിയിട്ടില്ല. എന്റെ ഭർത്താവിനോടൊന്നും മിണ്ടാത്ത വ്യക്തി ചേച്ചിയെ വിളിച്ചെന്നു. ഞാൻ പറഞ്ഞു നിന്റെ ആവശ്യം ഇപ്പൊ നടക്കണോണ്ടല്ലേ, ഞാൻ ആ വീട്ടിൽ കയറണോണ്ടല്ലേ നീ ഇപ്പൊ എന്നോട് മിണ്ടുന്നത്, അല്ല വേറെ ഒന്നല്ലല്ലോ ചോദിച്ചു. ആള് മിണ്ടാട്ടം മുട്ടി. അപ്പം മിണ്ടല് നിർത്തി. എനിക്ക് നമ്മളോട് ആവശ്യം നമ്മളെ വെള്ളം എല്ലാ കാലിന്റെ കുമ്പിട്ടുമ്പോ എല്ലാം മിണ്ടേണ്ടത്. അപ്പൊ എന്നിട്ട് ആ വീട്ടിൽ പോയി അച്ഛനൊക്കെ നോർമലായിട്ട് ഇരുന്നത്. അവർ ചെയ്ത തെറ്റിന് അച്ഛന് ദേഷ്യം ഉണ്ടാവാതിരിക്കൊന്നില്ല. അടിക്ക് വാങ്ങിയിട്ടില്ല അപ്പോഴും. ഈ വ്യക്തി മിണ്ടിയിട്ടില്ല. ഈ വ്യക്തി മിണ്ടണില്ല. ഞങ്ങൾ പണക്കില്ലാത്തോണ്ട് തന്നെ അവന്റെ വീട്ടിൽ കാലിൽ കയറിയിരുന്നു. അവർ ജ്യൂസ് കൊടുത്തു. ഞാൻ കുടിച്ചിട്ടുണ്ട്. ദേഷ്യം ഞാൻ കുടിക്കില്ലല്ലോ, ഞാൻ കുടിച്ചിട്ട് കുടിച്ച് നമ്മളെല്ലാവരും മേശം ഇരിക്കുമ്പോ അവന്റെ അമ്മ എന്നിട്ട് അവനെ കുറിച്ച് എന്തൊക്കെയോ കുറെ പൂഴ്ത്തി. അതൊന്നും നമ്മൾ മെതിയില്ല, അതൊന്നും നമ്മള് ടോപ്പിക്കല്ല. എല്ലാ പ്രശ്നങ്ങളും മാറ്റാന്ന് പറയുന്നതിന്റെ ഇടയില് ഇവൻ അടിക്ക് ഓങ്ങിട്ട് എഴുന്നേറ്റ്. അവര് നോണ പറയില്ല, അടിച്ചു എന്നൊന്നും ഞങ്ങൾ പറയില്ല. അടിക്ക് ഓങ്ങിട്ട് അവ എഴുന്നേറ്റ് നിന്നു. ഇരിക്കണോടത്തുനിന്ന് അവൻ ഭയങ്കര എഴുന്നേറ്റ് നിന്ന വശം ഞാനും കസരന് എഴുന്നേറ്റ് അച്ഛനും എഴുന്നേറ്റ്. ഷെബിനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഷെബിനെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇഷ്ടമല്ല. അവൻ എന്റെ അങ്ങനെ എന്നെ പെണ്ണുപിടിയെന്ന് വിളിച്ചു. ഞങ്ങൾ പെണ്ണുപിടിയെന്ന് വിളിച്ചിട്ടില്ല. ഈ കേസ് ഉണ്ടായിട്ടും ഞങ്ങൾ എപ്പോഴും അവന്റെ മൊത്തം പെണ്ണുപിടി ഞാൻ വിളിച്ചിട്ടില്ല. ഈ കേസിന്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളൂ, എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞിട്ടുള്ളൂ. ആ കൂടപ്പുറപ്പ് അവനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അടിക്ക് ഓങ്ങിയ ടൈമില് അടിക്കവന്റെ എഴുന്നേറ്റ ടൈമില് അവന് വീടാണ്, അവന്റെ നാടാണ്, അത് ഡേറ്റിലാണ് അവൻ നിന്നത്. അവൻ നിന്ന വശം എന്റെ ഭർത്താവിനും എല്ലാം പറഞ്ഞു ഞാൻ ചൂടാവും. ഞാൻ പറഞ്ഞില്ല, എനിക്കിഷ്ടമില്ലാത്ത എന്റെ ആൾക്കാരനെ ഞാൻ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വല്ലതും വന്ന് ഞാൻ അപ്പൊ ചൂടാവും. ഞാൻ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ പിടിച്ചു. ഷെബിനെ തൊടില്ലാട്ടാ നീ എന്ന് പറഞ്ഞു. ഷെബിനെ തൊട്ടിട്ട് നീ എന്താ പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ അച്ഛനെ അപ്പൊ തന്നെ അച്ഛനെ പിടിച്ചു വലിച്ചു. 2 മിനിറ്റ് ഡയലോഗ് പറഞ്ഞേക്കുമ്പോഴത്തേക്ക് അച്ഛനെ പിടിച്ചിട്ട് അമ്മ വണ്ടി കൊണ്ടാക്കി നമുക്ക് പോവാം, നമുക്ക് എല്ലാവരും പോവാം. ഇവൻ അടിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റല്ലേ, ഇനിയിപ്പോ നമുക്ക് അവിടെ സംസാരിക്കാമല്ലോ. അവന്റെ ദേഷ്യം മാറിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഈഗോസോ ഞങ്ങളെ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ വേണ്ട, ഒക്കെ കുഴപ്പമില്ല. പക്ഷെ അവ എഴുന്നേറ്റോടിട്ട് അവൻ ഇത് മാറ്റാൻ തീരുമാനമല്ല. നമുക്ക് മനസ്സിലായി നമ്മൾ പോവാന്ന് വിചാരിച്ച അച്ഛനും അമ്മയും പോയതിന്റെ പിന്നാലെ ഈ വ്യക്തിയുടെ അമ്മ വന്നിട്ട് ഡോറ് പൂട്ടി ചാവിയെ പിടിച്ചു. എന്റെ ഭർത്താവ് ആ വീട്ടിലെ ഉള്ളിലിട്ടിട്ട് പൂട്ടിട്ട് ചാവിയെ പിടിച്ചു. എന്തിനേ? അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പോഴും ഞാൻ ചൂടായിട്ടുള്ള ഇവനും എന്റെ അമ്മയും ലൈഫിൽ ഞാൻ കാണാത്ത അത്ര സൈലന്റും ഡീസന്റ് ആയിട്ട് അവര് പെരുമാറിയിട്ടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം, കല്യാണം നടക്കണ്ട, മുന്നോട്ട് പോകണ്ട ഒരു പ്രശ്നത്തിന് അമ്മ പുറത്തുവന്ന് ഡോർമ ഡോർ തുറക്ക് പൊന്നൻ ഷെബിന്റെ വീട്ടിൽ നിന്നിട്ട് ഡോർമ തട്ടി കുറെ നേരം തട്ടിയിട്ട് നാട്ടുകാരറിയോന്ന് പേടിച്ചിട്ടാണ് ആ അമ്മ ഡോർ തുറന്നത്. അമ്മ അത്രയും തട്ടി മറ്റുള്ളവർ കേൾക്കരുതെന്ന് അവരെ വീട്ടിലേക്ക് നിർബന്ധം, കാരണം അവരെ മോന്റെ കേസിലല്ലേ എന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഡോർ തുറന്നതും എൻ്റെ അമ്മ കയറി വന്നതും.
അപ്പോഴും ഞാനാണ് ഒന്ന് രൂക്ഷം ഉണ്ടായിട്ടുള്ളത് ഞാനാണ്. അവൻ അടിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാനാണ് രൂക്ഷം ഉണ്ടായിട്ടുള്ളത്. ബേബി അമ്മ നല്ല മാന്യമായിട്ടാണ് സംസാരിച്ചത്, അല്ലാതെ ഒരാൾ അടിക്കലോ ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്റെ കുഞ്ഞാണ്, എന്റെ കൂടപ്പുറപ്പുകളാണ് സത്യം, എന്റെ ഭർത്താവാണ് സത്യം. അച്ഛൻ അങ്ങനെ അവന് തൊട്ടിട്ടില്ല. ഞങ്ങളെ വീട്ടില് ആകെ ഇവൻ ഷെയ്ക്കന് കൊടുത്തിട്ട് പോകുന്നു, അത് തന്നെയുണ്ട്, അല്ലാതെ ആരും തൊട്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് പറയുന്നത് ഒന്നുമല്ല അവർ കേൾക്കുന്നത്, അവരെ ന്യായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒത്തുചേർന്ന് പോകണമെന്ന് പറഞ്ഞപ്പോ ഇവൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് കല്യാണത്തിന് കാണാം, പ്രശ്നങ്ങളൊന്നുമില്ല, കല്യാണത്തിന് കാണാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് ഷെയ്ക്കന് കൊടുത്തിട്ട് ഞങ്ങൾ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ ചാറ്റായാലും ഇവന്റെ പഠിപ്പിന്റെ ഇതായാലും ഇതൊന്നും നമ്മൾ പരിഗണനയിൽ വെച്ചതല്ല. കാരണം ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ അനിയത്തിക്ക് അവന് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, അത്രേ നമുക്കുള്ളൂ. അല്ലാതെ എന്തുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്റെ അടുത്ത് അച്ഛനും അമ്മയും ഇത് പറഞ്ഞു ഇതിന്റെ ജോലിയുടെ കേസ് പറഞ്ഞപ്പോ ഞാൻ അന്വേഷിക്കണ്ടേ, ഞാൻ അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ അച്ഛനും അമ്മ എല്ലാം ജോലിയുടെ കേസ് പറഞ്ഞത് എന്റെ കൂടെ ജോലി നല്ല അച്ഛനും ഉണ്ട് ഇങ്ങനെ ഇതുണ്ട് നമുക്കൊന്നും. അപ്പൊ അതുകൊണ്ട് മാത്രാണ്. പിന്നത്തെ കേസ് ഈ ചാറ്റിന്റെ കേസ് ആയാലും അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നെ അറിഞ്ഞിട്ട് വിഷമിക്കുന്നതിനേക്കാളും മുന്നേ അത് അറിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഇപ്പൊ അവൾ തന്നെ പറഞ്ഞു എനിക്കത് വിഷയമല്ല, അതെന്തുകൊണ്ടാ, അത് അറിഞ്ഞോണ്ടാണ്. ഇല്ലാതെ അറിയാതെ ആണ് പോയിട്ട് പെട്ടെന്ന് ഇത് കണ്ട് ഷോക്ക് ആവണേനേക്കാളും നല്ലത് അറിഞ്ഞിട്ട് പോവാ. സത്യസന്ധമായുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അത് അറിഞ്ഞെങ്കിൽ നമുക്ക് ഈ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് അല്ല എന്നാണ്. ഇന്നലെ വരെ അമ്മയച്ഛനും ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്നലെ വരെ അവ ഗുണ്ടാഴ്ച സ്റ്റാറ്റസ് ഇട്ടുണ്ട്. പിന്നെ എന്റെ കൂടപ്പുറപ്പ് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് സ്റ്റാറ്റസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞിട്ട് ഇനി അവൻ നിങ്ങൾക്കെതിരെ അവൻ സ്റ്റാറ്റസ് ഇടില്ല എന്ന് അവളെ വായന അറിയാതെ പൊട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വേണ്ടിട്ടല്ലേ. ഇതൊക്കെ ഞാൻ ഇല്ലാന്ന് പറയും. അതെന്ത് ചെയ്യട്ടെ, നമ്മളില് പറഞ്ഞ വാക്കുകൾക്കോ ഉണ്ടായ സംഭവങ്ങൾക്കോ തെളിവൊന്നുമില്ല. ഇങ്ങനത്തുള്ള കുറച്ച് മെസ്സേജുകൾക്കും കാര്യങ്ങളുള്ള തെളിവുള്ളൂ, അല്ലാതെ പറഞ്ഞതിനുള്ള തെളിവ് നമ്മളെ വായുകൊണ്ട് പറഞ്ഞ കാര്യത്തിന് തെളിവോ കാര്യങ്ങളോ ഞങ്ങളിൽ ഇല്ല. ഉള്ള കാര്യം ഇല്ല എന്ന് തന്നെ പറയാലോ. അതിനുള്ള ഇനി ചേച്ചി പുണ്യാളത്തെ എല്ലാം പറഞ്ഞിട്ട് ചേച്ചിയുടെ മക്കത്ത് കയറും കുറെ ചേച്ചിയുടെ കേസ് എടുത്തിട്ടുണ്ട്. അതൊരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മളെ കല്യാണം കഴിഞ്ഞ ഇപ്പൊ 3 വർഷമായി. 3 വർഷം ആവാൻ പോകുന്നു, കടക്കാൻ പോവാണ്. അപ്പോഴും ഞങ്ങളുടെ കേസ് ഇട്ടിട്ട് ഇങ്ങനെ റീച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നും. ഒരാള് ഒളിച്ചോടി വെച്ചിട്ട് മറ്റുള്ളവർ ഒളിച്ചോടണം കട്ട് ചെയ്ത് കൊടുത്തൊക്കെയാണ് പറയുന്നത്. ഒരാള് ചെയ്യുന്നില്ല. നാട്ടിലാരെങ്കിലും കണ്ടി ചാടിച്ച് നിങ്ങൾ ചാടും. അതാണ് ചോദ്യം. ഇത് ചെയ്ത് ന്യായീകരിക്കുമല്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ അത് വെച്ചിട്ട് എല്ലാം ഞങ്ങളുടെ മണ്ടയ്ക്ക് ഇട്ടിട്ട് ലവ് മാരേജുകാരെ ഞങ്ങൾ പ്രേമിച്ച് ചെയ്ത കേസ് അവര് അറേഞ്ച് മാരേജ് ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഫാമിലി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പോണം എന്നാണ് എന്റെ അറിവ്. എനിക്കറിയില്ല അവരെ നാട്ടുകാരെ കേസ് അവർക്ക് അറിയുള്ളൂ. അവരുടെ നാട്ടിലെ എൻഗേജ്മെന്റ് എന്തോ ആവാന്നാണ്, അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ കേസിൽ അങ്ങനെയല്ല. നമ്മള് ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് വേറൊന്നുമല്ല, അവരുടെ ഇടയിലുള്ള കേസാണ്. അത് നമ്മൾ പറയാത്തത്. അത് ഇനിയിപ്പോ എന്തെങ്കിലും ഗതി കേട്ടാ അത് അച്ഛനമ്മയായിട്ട് പറഞ്ഞാലും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാത്രമാണ്. കാരണം അതും നമ്മളായിട്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഇതിപ്പോ ആ വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാരും പൊന്നും ഷെബിനും അസൂയ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് നമുക്ക് ആളോട് ദേഷ്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയില് യൂട്യൂബിൽ ഇട്ടൊരു വീഡിയോ ഉണ്ട്. ഡിസംബർ 27-ാം തീയതി നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അതുപോലെ ജനുവരി 5-ാം തീയതി 4-ാം തീയതിയാണ് സിജുവിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. ഇതിനെല്ലാരും കൂടി സന്തോഷത്തോടെ തന്നെയാണ് പോയത്. ഈ ഒരു ജനുവരി 2-ാം തീയതി നടന്ന ഇഷ്യൂവിന് ശേഷമാണ് ഇത് വഷളായത്. ജനുവരി 4-ാം തീയതി പോകുമ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ഈ കേസ് അറിയുന്നത്. 2-ാം തീയതി കേസാണ് ഞങ്ങൾ അറിയുന്നത്. അതിന്റെ ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. കാരണം സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ ഇതിൽ അനുകൂലമായതുകൊണ്ട് നമുക്ക് പറയണേലും അത് അവരായിട്ട് പറയായിരിക്കും ബെറ്റർ. ഞങ്ങൾ പറയണേക്കാളും ഇതിപ്പോ ഏതൊരു വ്ളോഗറാണ് ഇപ്പൊ എന്റെ കൂടെ പുറത്ത് സംസാരിച്ചു എന്നിട്ട് അറിഞ്ഞത്. അവരെ ഭാഗത്തല്ലേ പറയും. പിന്നത്തെ ഒരു കേസും കൂടി അവര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാത്തൂനെ എടുത്തതിന്റെ പേരില് ഒരു ഇഷ്യൂ പറഞ്ഞു. കാത്തൂനെ കിണറ്റിലിടും പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞുള്ളത്. അതിന്റെ മക്കളെ കിണറ്റിലിടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ അതുകൂടി ഞാൻ പറയാം. അയാള് എടുത്തു പറഞ്ഞ ഒരു കാര്യം അതുകൂടി ഞാൻ പറയാം.
ഇക്കണ്ട കൊല്ലും എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ചെയ്യുന്ന വ്യക്തി, ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടപ്പിറപ്പ്, ഈ വ്യക്തിനെ സപ്പോർട്ട്, അതും ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് എന്റെ ഭർത്താവിനെ അടിക്കോങ്ങി അങ്ങനെ അടിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന സിറ്റുവേഷൻ, ഇക്കണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമ്പോ ഒരു കുട്ടീനെ കിണറ്റിൽ കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് ആ ഡേറ്റ് എന്താണെന്നറിയാം, അന്ന് അതിന്റെ തലേദിവസം കണ്ടാണ് അവന്റെ വീട്ടിൽ പോയിട്ടുള്ളത്. അന്ന് ഞാൻ എന്റെ കൂടെ പോയപ്പോ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല, പ്രത്യേകിച്ച് ഞങ്ങള് വന്ന അവര് ആ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല. അതെന്താ ചെക്കൻ പറഞ്ഞ ലൈസൻസ് എന്തോ ആണ്, റൂമിൽ നിന്ന് ഇറങ്ങാറില്ല, ഞങ്ങൾ ആ വ്യക്തിനെ കാണാറില്ല. ഞങ്ങള് സിറ്റ് ഔട്ടിക്ക്, ഞാൻ എന്റെ ഭർത്താവും വർക്കിന്റെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന ടൈമില് കുണിക്കലൂടെ കാത്തൊരു ആള് ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ടാപ്പില് എന്റെ കൂടപ്പുറപ്പ് വന്നിട്ട് എന്റെ മോളെ മാത്രം എടുത്ത് അവളവിടെ നിന്നിട്ട് TV കാണുന്ന അവളെ എടുത്തോണ്ട് പോയി കുഞ്ഞുമാർത്തെ ഡോറും ബാക്കത്തെ ഗിരിലും അടച്ച് പറമ്പിന്റെ അവിടെ പോയി നിൽക്കുക, കിണറിന്റെ ആവശ്യത്തേക്ക് ആ ഒരു ഏരിയക്ക് പോയി നിൽക്കുക. എന്തിനാണ് എന്റെ കുട്ടിയുടെ അടുത്ത് പോകുമ്പോ ഈ 2 ഡോർ അടക്കേണ്ട ആവശ്യം എന്താണുള്ളത്? കുട്ടിയെ ആള് വെച്ചെടുക്കാം, അടുത്ത എന്റെ കൂടപ്പന്റെ റൂമിലേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ മിറ്റത്ത് നടക്കാം, അല്ലെങ്കിൽ ബാക്കിൽ നടന്നോക്കെ. എന്തിനാണ് ഈ 2 ഡോർ അടച്ചത്? എന്തിനാ നമ്മളെ വീട്ടിലാണ് എപ്പോഴും ഡോറ് വല്ല പൂച്ച പറ്റി ഡോർ അടച്ചതിന്റെ വീടല്ല. കേസ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ വരാൻ കാരണം ഈ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്തിന് ഈ വ്യക്തി ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക, എനിക്ക് പേടിയുണ്ട്. പൈമയാണ് ഞാൻ അമ്മ മേടിച്ചു കൊടുക്കുന്നത് കുട്ടീനെ. അമ്മയ്ക്ക് അറിയാം എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ 2 ഡോർ അടിച്ചിട്ട് കണ്ട ടൈമില് ഉണ്ടായതാണ്. അല്ലാതെ അവളേലും കുട്ടീനെ കൊടുക്കാതിരിക്കാറൊന്നുമില്ല. ഇവള് ഇറങ്ങി പോണ അന്ന് 3 കുട്ടികളും ഡ്രസ്സ് മാറ്റിച്ചിട്ടുള്ള അവളാണ്. കുണിക്കനും കാത്തുനും ഡ്രസ്സ് മാറ്റിച്ച് വേഗം അച്ഛനും വേഗം വീട്ടിൽ നിന്ന് പോയാലല്ലേ അവൾക്ക് അവളെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 കുട്ടികളും ഡ്രസ്സ് മാറ്റി, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ല എന്നുള്ള സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ 3 കുട്ടികളും ഡ്രസ്സ് മാറ്റിച്ചുള്ള അവളാണ്. ഞാൻ അത്ര എതിർപ്പാണെങ്കിൽ തലേദിവസം ഞാൻ വർക്കിന് പോയപ്പോൾ ഞാൻ കാത്തുവിന്റെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാത്തുവിന് ഫുഡ് ആലോചിച്ച് കൊടുക്കുന്നത് അവളായിരുന്നു. ദേഷ്യം വരുന്നപ്പാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ടൈമില് ഞാൻ എന്റെ കുട്ടീനെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അപ്പത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ എടുക്കാറുണ്ട്, ഞാൻ ആ മെയിൻ ചെയ്യാറില്ല. ദേഷ്യം വരുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനൊരു റീസൺ ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ഒന്നും തല്ലുണ്ടാക്കി രണ്ടാമത്തേന് കുട്ടീനെ എടുത്ത കണക്കാ പറയുക, കുട്ടീനെ അപ്പി കഴിച്ച കണക്കാ പറയുക, കുട്ടി ഫുഡ് കൊടുത്ത കണക്കാ പറയുക. അപ്പൊ ഞാൻ കണക്ക് പറയാനായിട്ട് നീ എന്റെ കുട്ടീനെ എടുക്കണ്ട. ഇത് ഞാൻ തല്ലുണ്ടാക്കി ഒന്നിനും രണ്ടാമത്തെ അവള് പറയുക കണക്കാണ്. അത് അച്ഛനോടാണേലും അമ്മോടാണേലും ചേട്ടനോടാണെങ്കിലും ചേച്ചിയോടാണെങ്കിലും ആരോടും അവള് പറയുന്നത് കണക്കാണ്. ഒരിക്കലും കണക്ക് പറയാൻ പാടില്ല. ഞാൻ ഒരിക്കലും മക്കളെ നോക്കിയ കേസിൽ കണക്ക് പറയാനോ അല്ലെങ്കിൽ എഴുതി വെക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലതും നമുക്ക് എഴുതി വെക്കണ ലൈഫില്. അപ്പൊ അതുകൊണ്ട് തന്നെ തല്ലുണ്ടാകുമ്പോ കണക്ക് പറയുമ്പോ ഞാൻ പറയും എന്റെ കുട്ടീനെ നീ എടുക്കണ്ട. അത് പറയുന്നത് തെറ്റാന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാൻ ഇത്രയും ചെയ്തത് എനിക്ക് തെറ്റാൻ ഞാൻ തോന്നുന്നില്ല. ഇപ്പോഴും എനിക്ക് ഞാൻ എന്റെ വീട്ടുകാരെ കയറ്റിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യും ചെയ്യുന്നു ഞാൻ പറയാറില്ല. സ്റ്റേഷനിൽ പോയപ്പോഴും അവളെ കെട്ടിച്ചു കൊടുക്കാണ്ട് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയായിരുന്നു ഞങ്ങൾ ചർച്ച, ഞങ്ങൾ തീരുമാനം. പിന്നെ അവർക്ക് വേണ്ട വെച്ചാൽ അവരാണ്, അവര് കല്യാണം കഴിഞ്ഞിട്ടാ വന്നത്, അതൊന്നും നമ്മളെ കുറ്റല്ല. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, അവരെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് മെയ് 3-ാം തീയതിയാണ് നമ്മൾ കല്യാണം ഫിക്സ് ചെയ്തത്, നിങ്ങൾക്ക് അതിന് മുന്നേ കല്യാണം കഴിക്കണമെങ്കിൽ ഓക്കെ ഞങ്ങൾ തയ്യാറാണ്. കാരണം ആവശ്യമില്ല, ഞങ്ങൾക്ക് ഈ കല്യാണം നേരത്തെ അച്ഛനും അമ്മോടും ഞാനാ പറഞ്ഞത്, അമ്മ നമുക്ക് അവരെ നേരത്തെ കെട്ടിച്ചു കൊടുക്കാം. അത് എനിക്ക് അവിടെ ഇവരോട് ദേഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോഴും അമ്മോട് എന്താ പറഞ്ഞാൽ അമ്മ അച്ഛനും രണ്ടാളും മുന്നിൽ വെച്ചിട്ട് അമ്മ നമുക്ക് നമ്മുടെ മോളാണ്, അവനും കെട്ടിച്ചു നേരത്തെ അവൾക്ക് കഴിക്കാൻ തന്നെ കഴിച്ചു കൊടുക്കാൻ നമുക്ക് തയ്യാറാണ്. അപ്പൊ ആ വ്യക്തിയുടെ അമ്മ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ആളുടെ ഫാദർ ഗൾഫിലാണ്, വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ അങ്ങനെ ഒരു പറഞ്ഞ വ്യക്തിയുടെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താ പറയാ, നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഓടിക്കോ എന്ന് പറയാൻ പറ്റുമോ? ഈ ചെക്കരെ ചേച്ചി വിളിച്ചോ കണ്ട ഫോൺ വിളിക്കുമ്പോ ചേച്ചി വിളിച്ചോടി പോയി കാരണല്ലേ ചേച്ചിക്ക് ഇത്ര റീച്ച് വന്നത്. മറ്റുള്ള വീട്ടുകാരിങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടാ എല്ലാവർക്കും വീട് വയ്ക്കാൻ പറ്റിയത്. ഇതൊക്കെ ഇവർ രണ്ടാൾ സാർ സംസാരിക്കുന്നത് ഈ കൂടെ ഉറപ്പന്നെയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ആൾക്കാർ ഈ ഒരു കേസ് അതായത് റൂട്ടിക്കാണ് പോണെന്ന് എനിക്ക് തോന്നിയത് നമ്മൾ ഇത് വലിച്ചിടാൻ ഒരു ആവശ്യം നമ്മൾ ഉണ്ടായിട്ടില്ല, നമ്മൾ ഇടില്ല വെച്ച കേസാണ്. പക്ഷെ ഇതില് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളാണ് ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇനിയും ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തെളിവുകളായിട്ട് മുന്നോട്ട് വരേണ്ടി വരും. ഞാൻ ഈ കേസ് അച്ഛനോടും അമ്മോട് പറഞ്ഞപ്പോ പോലും ഞാൻ എന്നിട്ട്
ഇവളോട് ഞാൻ പറഞ്ഞതാണ്, നീയാണ് അച്ഛനും ചെക്കനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അവന്റെ പെങ്ങൾക്കാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായില്ല, അവൻ വീട്ടിൽ പറയില്ലേ, അതേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കേണ്ടത് അവളായിരുന്നു ഈ വീട്ടുകാരുടെ അടുത്ത് തല്ലുണ്ടാക്കാതെ നോക്കേണ്ടത് അവളായിരുന്നു. കാരണം ഞാൻ അവനോട് അന്ന് വീട്ടിൽ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ പറഞ്ഞത് നീ എങ്ങനെയാ കേട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അവനോട് ഈ പെണ്ണിന്റെ കേസാണെങ്കിലും ചാറ്റിന്റെ കേസാണെങ്കിലും ജോലിയുടെ കേസാണെങ്കിലും നമ്മളെല്ലാം അവനോട് പറഞ്ഞത് ഇവളാണ്, ഇവരെന്താ പറഞ്ഞത് ഇപ്പോഴും അറിയില്ല. ഒരിക്കലും ഞാൻ അവനോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ അനിയനെ കണ്ട ആ ഒരു ഇതിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, പോയിട്ടുള്ളൂ. അതില് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോ, വേറൊരു ഇഷ്യൂ ഉണ്ടായപ്പോ എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് അക്സെപ്റ്റ് ആയിട്ടില്ല. അത് ദഹിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തന്നെയുള്ളൂ. പിന്നെ ചെറിയ കേസും പറയാം. പിന്നെ നമുക്ക് ഇതിൽ ചെറിയ ടെൻഷൻ വരും, നമ്മൾ അന്വേഷിച്ചാലും നമുക്ക് ചെറിയ ടെൻഷൻ വരും. പെണ്ണുകാലിൽ കഴിഞ്ഞ് സെക്കൻഡ് വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ അന്ന് കൊണ്ടുപോയപ്പോ ഇവൾക്ക് അതും കൂടി ഞാൻ പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ഞാനാണ് അച്ഛനെ വിളിച്ചോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഇവർക്ക് കാണാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത്. അന്ന് അച്ഛനമ്മ ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം ആ 2 ഘട്ടം കണ്ട് 3-ാമത്തെ ഘട്ടം ഒരു ആവശ്യമില്ലാതെ പെണ്ണിനെ ഇങ്ങനെ പിച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച ടെൻഷനുള്ള കേസാണ്. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന നല്ല സ്വഭാവമല്ല. അപ്പൊ അതും ഇവളെ തന്നെയാണ് പറഞ്ഞു, നമ്മളെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, അപ്പൊ അതേപോലെ ഇങ്ങനെ പിച്ചണ ശീലം ഇവളെന്നെയാണ് നമ്മളോട് പറഞ്ഞൊക്കെ പ്രശ്നമാക്കിയത്. ഇതൊക്കെ സെക്കൻഡറി ആണ്, ഒന്നുമല്ല. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറും, ഇല്ലാന്നല്ല. പക്ഷെ ഈ ഒരു കേസിൽ നമ്മളെ വലിച്ചിടേണ്ട ഒരാവശ്യമില്ല. നമ്മള് ഇവരോടായിട്ട് ഈ കാര്യം സംസാരിക്കാനായാലും ചേട്ടൻ എന്ന ചേച്ചി എന്ന രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് കേസായാലും മെസ്സേജിന്റെ കേസായാലും ബാക്കി ഏത് കേസ് വന്നു കഴിഞ്ഞാലും അല്ല ഏത് കേസ് വന്നു കഴിഞ്ഞാലും ഏത് കേസായാലും ഞങ്ങള് അവരോട് സംസാരിക്കാൻ നിന്നിട്ടില്ല. അവനോട് ഞാൻ ഇതിനെ കുറിച്ച് നീ ചെയ്തത് ശരിയാണ് അല്ലെ നീ ചെയ്തത് തെറ്റാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയണ തന്നെയാണ് ശരി, ഞങ്ങൾ പറയണതാണ് തെറ്റ്. ഞാൻ എന്താണോ പറയണത് അത് നിനക്ക് എങ്ങനെയാണ് നിന്റെ അടുത്ത് എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞത് വേറെ രീതിക്ക് എത്തണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ എന്താ ചെയ്യുക? ഞാൻ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യം അവിടെ എത്തുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാക്കാനുള്ള അണുബോംബായിട്ട് എത്തണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് അതേ സെൻസിൽ എടുക്കുക, അതേ രീതിയിലാണ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അല്ലാതെ അതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും ആരെയും കുറ്റപ്പെടുത്താനോ കാര്യങ്ങൾക്കോ വേണ്ടി വന്നതല്ല. കാരണം ഇങ്ങനെ അയാൾ നമ്മളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാന്ന് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അത് ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തെളിവുകൾ സഹിതം നമുക്ക് ഇതിന് മുന്നിലേക്ക് വരേണ്ടി വരും. ഇതിന്റെ ഉള്ളില് ഏറ്റവും കൂടുതൽ തെറ്റിയതിന്റെ കൂടവപ്പിന് അത് ഞാൻ തീർത്തും പറയും. കാരണം അവിടെ ഉണ്ടായ കേസ് അങ്ങോട്ട് കൊണ്ട് വിളിച്ചു പറയുന്ന ശീലം കാണിച്ചത് അവളാണ്. നമ്മളെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് പാടില്ലായിരുന്നു. എന്നിട്ടിപ്പോ നമ്മളെ മടിക്ക് കുറ്റം കൊണ്ടുവരുന്നതിനാ ഒറ്റ കാര്യം പറഞ്ഞാ വയസ്സ് എന്ന് പറഞ്ഞ കാര്യം അത് ഏറ്റവും ഇത് പറഞ്ഞ പുറത്ത് പോയിട്ടൊരു സാധനം പോലും വാങ്ങാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ പരിചയമോ ഒരു കാര്യത്തിനും ഏറ്റവും വലിയ ഈ 10ാം ക്ലാസ്സിലെ എക്സാമിന് പോലും ഒറ്റയ്ക്കല്ല പോയത്. അച്ഛനും അമ്മയും എല്ലാരും കൂടിയിട്ട് തന്നെയാണ് അവളെ എക്സാമിന് കൊണ്ടിരുത്തിയത്. അപ്പോൾ അവിടെ അവർ വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്താണ് ബസ്സിന് പോയുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനുള്ളതോ ഇതൊന്നും അറിയാത്തൊരു വ്യക്തി അത് അറിവില്ലായ്മയുടെ അത്ര കണക്കാക്കുക. അപ്പോൾ എന്തും ഇത് നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സ്വകാര്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും ഉണ്ട്. അതായത് ഞാനും വൈഫും പൊന്നുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഞാനും പൊന്നും മാത്രം അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളെ അറിയാൻ പാടുള്ളൂ. അത് മൂന്നാമതൊരാൾ എത്താൻ പാടില്ല. അത് എത്തിക്കാതിരിക്കാനുള്ള നോക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ രണ്ടുപേരുടെയും മാത്രമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നു പറയുമ്പോൾ ഈ എന്താ പറയുക ചളിവാരി തേക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. കാരണം നമ്മുടെ കൂടപ്പിറപ്പാണ്, നമ്മൾ അവളെ എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ അല്ല അതുകൊണ്ടാണ് ഞങ്ങള് ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്നും സഹിക്കാൻ ഇത് ഞങ്ങൾ ഇടപെടാത്ത ഞങ്ങൾക്ക് ഇടപെടാൻ വൈകിയ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഞാൻ എന്നെ ഇന്നൊരു ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ ചേച്ചി ഞങ്ങൾ വീഡിയോ എടുക്കാനോ എന്താവശ്യം എന്താ ഉള്ളത്? ഈ കടിച്ചു തിന്നാന്ന് ചെന്നായിക്കളുടെ മുന്നിൽ ഓരോ ടോപ്പിക് ഇട്ടു ഈ വീഡിയോ എടുത്തിട്ടും ഇനി പലതും പറയും ഏട്ടൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ഇപ്പൊ ഒരു ഇതുപോലും ഇല്ലാത്ത കേസിൽ വരെ ഞങ്ങളുടെ പേര് രണ്ടാളുടെ പേരും
കയറി വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇങ്ങനെ അന്നത്തെ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം 1 by 1 നമ്മുടെ അവർക്ക് പറ്റിയ തെറ്റായാലും ആർക്കും വന്ന തെറ്റായാലും അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു ടോർച്ചറിങ് വരുമ്പോൾ മെന്റലി നമ്മൾ ഡൗൺ ആവാണ്. പക്ഷെ ഇതും കൂടി കേട്ടപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പോലും നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞു. അപ്പോൾ അതിന്റെ ന്യായീകരണങ്ങൾ മാത്രമാണ്. പിന്നെ തെളിവുകൾ ഇനിയും ഇതും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നമ്മൾ തെളിവുകളായിട്ട് മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. ഇല്ലാതെ ഒളിച്ചു വെക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നിട്ട് കാര്യമില്ല. ഞങ്ങളും പെർഫെക്റ്റ് ഓക്കെ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയണമൊന്നുമില്ല. കാരണം ചെയ്ത കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ഇപ്പോഴും പറഞ്ഞുള്ളൂ. അതിൽ ഞങ്ങൾക്ക് ഇനി നിങ്ങൾ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞങ്ങളെ വാക്ക് മാറാനോ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറാനോ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ചെയ്തു എന്ന് തന്നെ പറയും. ഇനി അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഇത് വാക്ക് മാറ്റിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായത് കൊണ്ട് തന്നെയാണ്, സത്യസന്ധമായുള്ളത് കൊണ്ട് തന്നെയാണ്. സത്യസന്ധമായിട്ട് അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്, തയ്യാറുമാണ്. അപ്പോൾ ഇനി നുണകൾ പടച്ചുണ്ടാക്കുമ്പോൾ വീണ്ടും അത് തെറ്റിദ്ധാരണകളിലേക്ക് പരത്താതിരിക്കാൻ മാത്രം നോക്കുക. കണ്ടന്റ് ഉണ്ടാക്കുന്നവരും എന്നും യൂട്യൂബിൽ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. ഇനിയും ബെസ്റ്റ് ആയി നിൽക്കാൻ നിന്റെ എന്തല്ലെന്നുള്ളത് ഞങ്ങൾ പറയാൻ വരുന്നില്ല. എന്തെങ്കിലും മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കുറ്ററാതെ പോവുക. നീ ബെസ്റ്റ് ആയിട്ട് തന്നെ പോയിക്കോ. ഞാൻ പൊട്ടയാന്ന് തന്നെ പറഞ്ഞു. ഞാൻ ബെസ്റ്റ് ആവാൻ വരുന്നില്ല, നീ എന്നും ബെസ്റ്റ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളെ മെക്കിട്ട് പൊട്ട വന്നു വെച്ചിട്ട് എല്ലാം കുറ്റം കൊണ്ട് ഒരാളെ മെറ്റ് ഇടാന്ന് വിചാരിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും മനസ്സ് വെച്ചിട്ട് ഇതാക്കുക. ഞാൻ പറഞ്ഞല്ലേ, അപ്പൊ ലൈഫിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ. എല്ലാം നല്ലതായിട്ട് തീരാൻ തന്നെ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളോട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഞങ്ങളും കൂടി ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹിച്ചുള്ള കാര്യങ്ങളാണ് കല്യാണത്തിനൊക്കെ. അപ്പൊ അതിന്നൊക്കെ പോയതിന്റെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഇനി എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ. നാളെ നമ്മൾ ഇതെല്ലാം മറന്നിട്ട് ഒന്നിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത് എല്ലാം നല്ല രീതിയിൽ തന്നെ തീർത്ത്. ഇന്നത്തെ വീഡിയോ കുറച്ച് നേരമുണ്ട്, അത് അറിയാലോ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല രീതിക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താം.